പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ മദ്രസ ഇട്ടിട്ട് നേരെ ഇടയ്ക്കത്തെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഞാനേ അങ്ങനെ എപ്പോഴും വീട്ടിലേക്ക് പോകണ ഒരാളൊന്നുമല്ല കേട്ടോ. ഇന്ന് എൻ്റെ ഇപ്പം പ്രത്യേകം ചെല്ലാൻ പറഞ്ഞുകൊണ്ട് മാത്രം പോവാണേ. ഞാൻ എൻ്റെ കെട്ടിയോൻ്റെ ഓട്ടം കളയണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ ബസ്സിൽ പോവാറ് കേട്ടോ. പക്ഷേ മൂപ്പർക്ക് അത് തീരെ പറ്റൂല കേട്ടോ. ഞങ്ങളെ കൊണ്ടാക്കി തരാൻ തന്നെ പറഞ്ഞ് ഞങ്ങൾ കൊണ്ട് പോകാൻ കേട്ടോ. അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു മെഷീനൊക്കെ നോക്കാൻ വേണ്ടി കയറി. വാഷിംഗ് മെഷീനോട് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും മഴക്കാലമായതുകൊണ്ട് തന്നെ തുണികളൊന്നും ഉണങ്ങാത്ത കാര്യങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് ചെന്ന് നോക്കിയതാ കേട്ടോ, നമുക്ക് പറ്റുകയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നല്ല നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ട് കേട്ടോ അമ്മച്ചി. ഈ ചിക്കൻ കറി കഴിക്കാനാണ് കേട്ടോ എൻ്റെ ഒപ്പം ഞങ്ങളോട് പ്രത്യേകം വരാൻ പറഞ്ഞത്. കാരണം അത് നല്ല നാടൻ കോഴിയാണ് കേട്ടോ. ഇത്രക്കും സ്നേഹമുള്ള മനുഷ്യരെ ഈ ദുനിയാവിൽ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ വാപ്പ അങ്ങനെയാണ്, എന്തുണ്ടാക്കിയാലും ഞങ്ങളും വേണം കഴിക്കാൻ, എന്ത് വാങ്ങിയാലും ഞങ്ങൾക്കും തരണം, അങ്ങനെ ഒരു ചിന്താഗതിയാണ് എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പ്രത്യേകം വരാൻ പറഞ്ഞത്. നമ്മൾ എന്തൊരു തെറ്റ് ചെയ്താലോ അത് ഏറ്റവും കൂടുതൽ ക്ഷമിക്കാനും സഹിക്കാനും പറ്റുന്നത് നമ്മളെ അമ്മയും വാപ്പയും തന്നെയാണ് കേട്ടോ. നമ്മളെ പാർട്ട്നേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഓൾക്ക് സഹിക്കാനും ക്ഷമിച്ചാനൊക്കെ കുറച്ച് സമയം എടുക്കും കേട്ടോ. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ നല്ല പഴംപൊരിയും ചായയൊക്കെ കഴിച്ചാണ്ട് രാത്രി കിട്ടിയ വന്നിന് കൊണ്ടുപോകാൻ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോരുകയാണ്. എൻ്റെ ഉമ്മാൻ്റെ പനി കാര്യം പറഞ്ഞ പോലെ തന്നെ ഉണ്ട് എൻ്റെ ഹസ്ബൻഡും. കാരണം ഞാൻ ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാലും ഞാൻ എന്തൊരു കാര്യം പറഞ്ഞാലും അത് വേണ്ടാന്ന് പറയില്ല, കഴിയുന്നതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ 4 ദിവസം മുമ്പാണ് എൻ്റെ വീട്ടിൽ നിന്ന് വന്നത്. എന്നിട്ടും ഞാൻ ഇന്ന് പോകണം പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതുപോലത്തെ നമ്മളെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോളി.